ഹായ് ഗൈസ്, എൻ്റെ പേര് ഗായത്രി. ഞാൻ ഫൈനൽ ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് ഫ്രം കർണാടക. ഇന്ന് രാവിലെ എണീക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഉഷാറായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇന്നെൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് സെറ്റ് ദോശ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിന് മെസ്സിന് വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട നല്ല ഫുഡായിരുന്നു. കാരണം കോൺ സലാഡ് നല്ല ഹെൽത്തിയസ്റ്റ് ലഞ്ചായിരുന്നു. ഇനി നമുക്ക് കുറച്ച് പഠിക്കാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 6:30 ഒക്കെ ആകുമ്പോഴാണ് പഠിക്കാൻ ഇരിക്കാറ്. പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കണം കഴിക്കാനായിട്ട്. സോ ഹെൽത്തിയസ്റ്റ് ആയിട്ട് ഇരിക്കുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് വെജ് സാലഡ് ഉണ്ടാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി പഠിച്ചു തുടങ്ങാം. ഇന്ന് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ മെഡിസിനാണ്. സോ മെഡിസിൻ ഞാൻ ഇപ്പോഴേ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോഴേ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യാനാണ് ചെയ്യാറ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു തുടങ്ങും. ഫസ്റ്റ് ഇയറിൽ ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്ത ടൈമിൽ എനിക്ക് ഇവിടോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് ഇച്ചിരി കഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഒന്നാമതെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഹോം സിക്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം എനിക്ക് ഭയങ്കര ന്യൂ ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതും കേട്ടതും അല്ലാത്ത ഓരോ കാര്യങ്ങളും, പുതിയ ആൾക്കാർ, പുതിയ സ്ഥലം, പുതിയ ഭാഷ. ഈ ഭാഷയായിരുന്നു എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്. കാരണം നമുക്കിവിടെ ആരുടെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് ആയ കന്നഡ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് പോയാലും കന്നഡ അറിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടോയിൽ കയറണമെങ്കിൽ പോലും എത്ര രൂപയാണ് കാശ്, എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അവരുടെ അടുത്ത്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഹിന്ദി അറിയാം. പിന്നെ എനിക്ക് ഹിന്ദി വലുതായിട്ട് അത്ര പിടുത്തമില്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെയും പിടിച്ചിരിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ബാച്ചിൽ എന്തായിരുന്നു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ ഒരു ബാച്ചിൽ ഞാനല്ലാണ്ട് വേറൊരു മലയാള കുട്ടികളും ഇല്ലായിരുന്നു. സോ എൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്നെ നല്ലൊരു ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക, കന്നഡ പഠിച്ചെടുക്കുക, ഇവിടുത്തെ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യമൊക്കെ ഞാൻ മെസ്സിലെ ഫുഡ് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, കാരണം നമ്മുടെ നാട്ടിൽ ഇച്ചിരി നല്ല സ്പൈസി ആയിട്ടും നല്ല എരിവായിട്ടല്ലേ കഴിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ കൂടുതലും മധുരമാണ്. സാമ്പാർ എടുത്തോട്ടെ, പിന്നെ എല്ലാത്തിലും പരിപ്പ്. എനിക്കാണെങ്കിൽ ഈ പരിപ്പൊക്കെ 1 or 2 days നമുക്ക് കഴിക്കാം. എവറി ടൈം ഇങ്ങനെ ദാലാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റാണ്ടായി. ബട്ട് ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കിട്ടുന്ന വൈകിട്ടത്തെ സ്നാക്സ് അത് നല്ല വെറൈറ്റി സ്നാക്സുകളായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ സ്നാക്സ്, നിപ്പട്ട്, ഭേൽപൂരി, പാനിപൂരി, ഇങ്ങനെ കുറേ വെറൈറ്റി സ്നാക്സുകൾ കഴിക്കാൻ പറ്റി. പിന്നെ അത് ആദ്യമൊക്കെ എനിക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ അതങ്ങ് യൂസ്ഡായി. ഇന്ന് കിട്ടുന്ന എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് സ്നാക്സ് എന്ന് പറയുന്നത് പാവ് ബജിയാണ്. ഞാൻ തേഴ്സ്ഡേ ചില സമയത്ത് ആൾട്ടർനേറ്റ് തേഴ്സ്ഡേ നമുക്ക് ജീര റൈസും ദാൽ കറിയാണ് തരിക. എനിക്കത് വലിയ താല്പര്യമില്ല. കാരണം നല്ല മഞ്ഞപ്പൊടിയുടെ കുത്തായിരിക്കുക ദാൽ കറിക്ക് ഉണ്ടാവുക. സോ ഞാൻ സ്നാക്സാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. സ്നാക്സ് കഴിച്ചതിൻ്റെ വിശപ്പ് മാറ്റണം. സോ പാവ് ബജിയിൽ നമുക്ക് 2 ബണ്ണ് ഉണ്ടാവും. ബജി മീൻസ് പൊട്ടാറ്റോ കറി, പിന്നെ ഒരു ലെമൺ, കുറച്ച് ഒണിയൻ, 2 ഗ്രീൻ ചില്ലി. കഴിക്കുക എന്ത് ടേസ്റ്റാണെന്ന് അറിയും. നമ്മൾ ആ ലെമണ് ഈ ഓണിയനിലിങ്ങനെ സ്ക്യൂസ് ചെയ്തൊഴിക്കുക. കുറച്ച് ബൺ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ഓണിയൻസും ഈ ബജി കറി ഉണ്ടല്ലോ അത് വെച്ചിട്ട് കുറച്ച് ഗ്രീൻ ചില്ലി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക. ആഹാ, സ്വർഗം മാമ, സ്വർഗം. സാറ്റർഡേ സൺഡേ ഫുഡ് ഇവിടെ വളരെ ശോകമാണ്. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക, ഇല്ലെങ്കിൽ ഓർഡർ ചെയ്യുക. നോ അതർ ഓപ്ഷൻ. ബട്ട് സൺഡേ മോർണിംഗ് നമുക്ക് മസാല ദോശ കിട്ടും. അത് നല്ല സൂപ്പർ സാധനമാണ്. കാരണം 7:30 എന്ന ടൈം ഉണ്ടെങ്കിൽ ഞാൻ സൺഡേ എണീറ്റിരിക്കും ഇതിന് വേണ്ടി മാത്രം. ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ക്യൂ ഉണ്ടാവും. സോ 7:30 ടൈം ഒരു 8 o'clock അകത്ത് പോയി കഴിഞ്ഞാൽ ക്യൂ ഇല്ലാണ്ട്, വലിയ തിരക്കില്ലാണ്ട് ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് ആരാംസെ നമുക്ക് തിരിച്ചു വരാം. നൈറ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞാൽ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ വീണ്ടും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് പഠിക്കാൻ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടാവണം. സോ ഞാൻ എന്നെ തന്നെ പ്രഷർ ചെയ്യും. എൻ്റെ ലൈഫിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുള്ള ഒരു കാര്യമാണ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ പറയുന്നതായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായാലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയാണോ കയറ്റി വിടുന്നത് അതേ നമുക്ക് തിരിച്ച് റിസൾട്ടായിട്ട് കിട്ടത്തുള്ളൂ. എന്നും പറഞ്ഞ് എൻ്റെ ലൈഫിൽ ഫുൾ പോസിറ്റീവ് വൈബാണെന്നൊന്നും അല്ല.
നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുക, ബാക്കി അത് യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇന്നത്തെ ഡിന്നർ റൂംമേറ്റിൻ്റെ വകയായിരുന്നു. അവൾ കുറച്ച് ഡിഷൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അവൾ വെജിറ്റേറിയൻ ആണ്. സോ ആലു പറാത്ത, കേർഡ്, പിക്കിൾ, ചപ്പാത്തി, ഗ്രീൻ ചില്ലി, പിന്നെ ഇതെന്തുമായിരുന്നു, മഷ്റൂം മഞ്ചൂരിയൻ. പക്ഷെ ഇതിന് പകരം ഒരിച്ചിരി കഞ്ഞിയും പയറും ചമ്മന്തി കിട്ടി എനിക്ക് സ്വർഗ്ഗമായിരുന്നു. ഇതൊക്കെ കഴിച്ച് ഞാൻ മടുത്ത്. മലയാളത്തിൽ തുടങ്ങി ഞാൻ കന്നഡയിൽ എൻഡ് ചെയ്യുവാണേ. ನನ್ನ ವಿಡಿಯೋ ನೋಡಿದ್ದಕ್ಕೂ ಎಲ್ಲರಿಗೂ ಥ್ಯಾಂಕ್ಸ್. ಬಾಯ್ ಫ್ರಮ್ ಮೈ